ഗുഡ് മോർണിംഗ്. ഞാനും മോനും ഒന്ന് ട്രഡീഷണൽ ആറ്റയറിലാണ് ഉള്ളത്. കാരണം എന്താ എന്താ കാരണം? ഓണമാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് അല്ലേ? പോവാ നമുക്ക് പോവാ സ്കൂളിലേക്ക്. സീറ്റ് ബെൽറ്റ് ഇട്. സീറ്റ് ബെൽറ്റ്. സൂപ്പർ ആയിട്ടുണ്ട്. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ നോക്കുവോ സ്കൂളിന്? ഇന്ന് ഓണത്തിന് എന്തൊക്കെയാ സ്കൂളിൽ എന്തൊക്കെയാ കാര്യങ്ങൾ? ഓണം എന്താന്ന് അറിയോ കുട്ടിക്ക്? ഓണത്തിന് എന്തൊക്കെ ചെയ്യാ? പിന്നെ മാവേലിനെ അറിയാ അല്ലേ? സ്കൂളിൽ മാവേലി ഉണ്ടാവോ? മാവേലിന്റെ കൂടെ പുലികളൊക്കെ ഉണ്ടാവും. പുലിക്കളി വലിയ കുമ്പയാക്കിയിട്ട് കൊറേ ആൾക്കാർ കോലം കെട്ടിട്ട് ഇങ്ങനെ പോവൂലേ? മാവേലിന്റെ പേരെന്താന്നറിയോ? ശരിക്കുള്ള പേര് അറിയോ? മഹാബലി. മഹാബലിന്റെ കഥ അറിയോ? മഹാബലി ആരാന്ന് ചോദിച്ചാല് പണ്ട് കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു രാജാവാണ് മഹാബലി. ഇപ്പൊ കേരളം ഭരിക്കുന്നത് ആരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? സൂപ്പർ സൂപ്പർ. ഈ സാരി ഉടുത്ത് പോകുന്നോണ്ടേ തെറ കോലം കെട്ടി കാറിന് പിടിച്ച് പോകുന്നത് പോലെ. സ്കൂളെത്തി. ചണ്ടകൊട്ട കേൾക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയാണോ ചണ്ട കൊട്ടുക? ബാ. മോനെ ഞാൻ ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തു. ഉച്ചവരെ ഉണ്ട്, 2 മണി വരെ. അത് കഴിഞ്ഞിട്ട് അവന് സ്കൂൾ ബസ് തന്നെ ഡേ കെയറിലേക്ക് ഡ്രോപ്പ് ചെയ്യും. പോകുന്ന വഴിക്കൊന്ന് ചായ കുടിക്കണം. ഞാൻ നേരെ ഓഫീസിലേക്കാണ് കേട്ടോ. ഡെയിലി റുട്ടീനും ഇങ്ങനെ തന്നെയാണ്. 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഓഫീസിലെത്തും. നോർമലി ടിഫിൻ എടുത്തിട്ട് വരികയാണ് ചെയ്യുക ഓഫീസിൽ നിന്ന് കഴിക്കാനായിട്ട്. പക്ഷെ ഇന്ന് രാവിലെ നല്ല ജഗബൊക്കെയായിരുന്നു സാരി എടുക്കലായതുകൊണ്ട്. അതുകൊണ്ട് ടിഫിൻ പാക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഒന്ന് ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോയിട്ടിരിക്കണം. അവിടെ സ്റ്റാഫൊക്കെ വരുമ്പോഴത്തേനും 9 മണിയാവും. പക്ഷെ ഇന്ന് ചിലപ്പോൾ നേരത്തെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവർക്കും സാരി എടുക്കണം. 1-2 ആൾക്കാർ സാരി ഡ്രൈപ്പിങ്ങിന് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് അവർക്കൊന്ന് അത് ഉടുപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഓഫീസിനടുത്ത് ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മസാല ദോശ കിട്ടും. അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഇവിടെ പൂക്കളം ഓൾറെഡി ഇന്നലെ HR ഏകദേശം റെഡി ആക്കി വെച്ചിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ചെറിയൊരു മിനുക്ക് പണിയുണ്ട്. പിന്നെ പൂവ് പോയിട്ട് വാങ്ങണം. ബോയ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൂവ് പോയിട്ട് വാങ്ങും. അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ഓണപ്പരിപാടി സ്റ്റാർട്ടാവുന്നതാണ്. കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാരെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗെയിംസ് ഒന്ന് ഓണാക്കണം. അത് കഴിഞ്ഞിട്ട് 2 മണിക്കാണ് നമുക്ക് സദ്യ ബുക്ക് ചെയ്തിട്ടുള്ളത്. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, എല്ലാവരും ഫ്ലാറ്റ് ആയിരിക്കും. കാരണം ഇവിടെയുള്ള എല്ലാവരും ഭക്ഷണപ്രിയരാണ്. ഇന്നലെ മെഞ്ഞാന്ന് മുതൽ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ. വയറ് എത്ര നേരം കാലിയാക്കി വെക്കാൻ പറ്റും. നോർമലി ഞങ്ങളൊരു 10:30 ആകുമ്പോൾ ഒരു ടീ ബ്രേക്ക് ഉള്ളതാണ്. ഇന്ന് ആ ടീ ബ്രേക്ക് വേണ്ടാന്നുള്ളതാണ് ഇവിടുത്തെ നിലപാട്. സുബേച്ചി സാരി റെഡിയാക്കി തരികയാണ്. ni sari gama ga pa ma ga sa ni sa ma ga ga sa sa ni da ni sa ma ga ma ni da ni sa ma ga ma ni da ni sa ni da ma ga sa.
കൂട്ടിട്ട് പോയി ആനും തും തതാനും തും തതാനും തതാനും തതാ ആനും തും തതാനും തും തതാനും തതാനും തതാ ആനും തും തതാനും തും തതാനും തതാനും മങ്കമാരി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒളിഞ്ഞു പോണതാരാ? ആനും തും തതാനും ആനും തതാനും തതാനും തനും തനും നീ സരിഗമ ഗപമഗസ നീ സരിഗമ ഗപമഗസ നീ സമമഗഗസ സനി സനി ധനി ധനി സമഗ മഗ മനിദ മനിധനി സനിധ മാമഗസ അതീവ സുന്ദരിയായ സുന്ദരിയാണ്. മീനാണ് ഇതിന് സൗന്ദര്യം കുറച്ച് കൂടിപ്പോയല്ലോ. നടി മീനാണ്. ഇതാണ് ചിത്രം. വരച്ചപ്പോ വരച്ചപ്പോ മീനായിപ്പോയി. വരച്ചപ്പോ മീനായി. അവിടെ പൊട്ടി. കണ്ണാടി ഒന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട്. എപ്പോ ഫോട്ടോ എടുത്താലും ഇങ്ങനെയാണ്. നന്നായിട്ട് അറിയും കേട്ടോ അല്ലേ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളെ വെറൈറ്റി സ്ഥലത്താണ് പോകുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഫുഡ് കഴിക്കണേ. പറയൂ സുബേച്ചേ. സദ്യ കഴിക്കുന്ന സ്ഥലം. അതെ, എന്നും സദ്യ കഴിക്കണ സ്ഥലം. പക്ഷെ കുറച്ച് ഐറ്റംസ് കൂടുതലുണ്ടാവും. എത്ര ഐറ്റംസ് ഉള്ളത്? 20 ഐറ്റം. ഇതൊക്കെ എന്തോ ഒരു കുശുമ്പ് പറയുന്നുണ്ട്. പറയ്. സദ്യക്കാരൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. രസം ഉണ്ടാവുന്നെങ്കിൽ അന്താരാഷ്ട്ര പ്രശ്നമാണല്ലോ. സുബേച്ചിയാണ് ഇന്നലെ മെനു ചെക്ക് ചെയ്തത്. സുബേച്ചി, ഇന്നത്തെ മെനുവിൽ എന്തൊക്കെയുണ്ടെന്ന് പറയോ? 20 ഐറ്റംസ് ആണ്. അതിൽ എന്തൊക്കെയല്ലേ? പായസം, പപ്പടം, അച്ചാറ്, അവിയല്, ഓലന്, കാളൻ, പായസം. രണ്ട് പായസം. മറ്റേ ശർക്കര 2 പായസം. ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി, പഴം, പപ്പടം ഉണ്ടോ? ഇല്ല. പപ്പടം, കൂട്ടുകറി, ഓലൻ പറഞ്ഞു. രസം, രസം, കാളൻ, സാമ്പാർ പറഞ്ഞില്ല. അമ്മ മെയിൻ ആയിട്ടും സാമ്പാർ, സൈഡിൽ ഒരു ചിക്കൻ പൊരിച്ചു. സൈഡിലുണ്ടോ? എത്ര ഉണ്ടായി? എണ്ണയില്ല കേട്ടോ. സെറ്റ്. എന്തെങ്കിലും കൊടുക്കണം. ഇലക്ക് കൗണ്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് 2, 4, 6, 8, 12 ഐറ്റംസ്, 13 ഐറ്റംസ്. ഇവിടെ തിരുമുറ്റം പുലക്കാലം പൂവിളിയായി ഉണരുമ്പോൾ വയലേലകൾ പൊൻകണിയായി ചീരി തൂകും. സ്നേഹത്തിൻ പാൽമധുരം തായ് മനസ്സിൽ നിറകുടമായി തൂവുമ്പോൾ വാത്സല്യത്തേൻ ചൊരിയുന്നൊരു കാലം. ഊഞ്ഞാലിൻ കൊമ്പിൽ പൂകും കാർക്കുയിലും കുളിരണി
വസന്തം ഓണപ്പാട്ടിൻ ഈണം പോലെ തുമ്പപ്പൂവിൻ ചന്തം പോലെ ഹലോ അങ്ങനെ ഞങ്ങളുടെ ഓണപരിപാടി സമാപിച്ചിരിക്കുകയാണ്. അതെ 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 നമ്മളിവിടെ കട്ടലിടുന്നു. അങ്ങനെ ഓണാഘോഷം അവിടെ കലാശക്കൊട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി ആയിട്ട്. ഉച്ചയാകുമ്പോഴത്തേനും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് ഗെയിംസൊക്കെ കാണാൻ. അപ്പോൾ ശരി, ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.